Hi friends, welcome back to our channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കരിക്ക് പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ സാധാരണ പുഡിങ്ങിന് ആവശ്യമായിട്ടുള്ള ചൈന ഗ്രാസ്, ജലാറ്റിൻ, മുട്ട ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഈ പുഡിങ്ങിന് ആവശ്യമായിട്ടില്ല. അപ്പോൾ ഈ കരിക്ക് പുഡിങ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറിലിട്ട് ഒരു കരിക്കിൻ്റെ കാമ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ആ ഒരു കരിക്കിൽ നിന്നും കിട്ടിയ വെള്ളവും കൂടെ ചേർത്തിട്ട് വേണം അടിച്ചെടുക്കാനായിട്ട് കേട്ടോ. നല്ലൊരു ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് അടിച്ചെടുക്കാം. അപ്പോൾ കരിക്കിൻ്റെ വെള്ളം ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ വെള്ളം ചേർത്താലും മതി കേട്ടോ. ഇതാ കരിക്ക് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടിച്ചെടുത്ത പൾപ്പ് ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 കപ്പ് കോൺഫ്ലവർ കൂടി ചേർക്കാം. ഈ കോൺഫ്ലവർ ആണ് നമ്മുടെ പുഡിങ്ങിന് നല്ല കട്ടിയാക്കി മാറ്റുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ മധുരത്തിന് വേണ്ടിയിട്ട് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർക്കാം. അപ്പോൾ ഈ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി കേട്ടോ. പിന്നെ അറിയാലോ, എപ്പോഴും കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കണമായിരിക്കും എപ്പോഴും ടേസ്റ്റ്. അതായത് മിൽക്ക് മെയ്ഡിൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ നേരത്തെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റൗവിൽ വെച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. കട്ടയൊന്നുമില്ലാണ്ട് ഇളക്കി കൊടുത്തുകൊണ്ട് വേണം കുറുക്കിയെടുക്കാനായിട്ട്. ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും കേട്ടോ. ഒരു 5 മിനിറ്റ് പോലും വേണ്ട ഇത് കുറുകി വരാനായിട്ട്. കണ്ടില്ലേ, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. വേണ്ട, അത്യാവശ്യം നല്ല തിക്കുമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആ വേവിച്ച് വെച്ച കരിക്ക് മിക്സ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള, അതായത് കാരമൽ പ്രലൈൻ ഇരിക്കുന്നുണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ അതാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് സൈഡിൽ കൂടെയൊക്കെ ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തേക്കണെയാണ്. നമ്മുടെ എന്തെങ്കിലും അതുപോലത്തെ നട്ട്സ് എന്തെങ്കിലും ഇട്ട് കൊടുക്കാം. ഇത് കടലമിഠായി ഇല്ലേ, കടലമിഠായി പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ കടലമിഠായിയുടെയൊക്കെ വീഡിയോ നമ്മൾ നേരത്തെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് നട്ട്സും ചെറിയൊക്കെ വെച്ചിട്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി നാളെ രാവിലെ 8 മണിക്ക് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷസ് ക്രിയേഷൻസ്.